സഞ്ചാരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസ് വീണ്ടും ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. എന്താണെന്നറിയാം, ഞാൻ വൈകിട്ട് ഒന്ന് പുറത്തുനിന്ന് നമ്മുടെ അവിടെ വിളക്ക് എത്തിക്കും. അപ്പോൾ പൂ എടുക്കാനായിട്ട് നടന്നു പോയ സമയത്തിന് നമ്മുടെ വീട് തോറും ഗ്യാസ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന &P ആ കമ്പനിയുടെ അവര് ഇടയ്ക്കിടയ്ക്ക് കുഴികളെടുത്തിട്ട് ആ കുഴി നേരെ അടയ്ക്കാത്തപ്പോഴേ ഞാനൊരു കോറാക്കാഗസൊക്കെ പാടി പൂ തീർക്കാൻ പോയ സമയത്തുണ്ടല്ലോ എൻ്റെ കാലുണ്ടല്ലോ, എൻ്റെ കാല് ഈ പാദം ഇങ്ങനെ തിരിഞ്ഞു പോയി. അത് ഞാൻ ഓർക്കുന്നത് എന്താണെന്നറിയോ, ഏകദേശം ഒരു 40 വർഷം മുമ്പ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിമരം മുറിക്കാൻ പോകും, കമുക് മുറിക്കാൻ പോകും. കമുകിലാണ് കൊടിമരം നാട്ടുന്നത്. അന്ന് ഇപ്പോഴാണ് കൊടിമരം സ്ഥാപിച്ചത്. അത് ആർഭാടമായിട്ട് കൊട്ടും വാദ്യമേളത്തോടുകൂടി ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട്. അതിന് പോയ സമയത്ത് ഒരു പറമ്പിൽ കൂടെ പോയ സമയത്ത് എൻ്റെ കാല് ഉതഞ്ഞ മണലിൽ തിരിഞ്ഞു പോയി. അന്ന് എൻ്റെ അച്ഛൻ മർമ്മം പഠിച്ചിട്ടുണ്ട്, കളരിപ്പയറ്റി പഠിച്ചിട്ടുണ്ട്, എക്സസൈസൊക്കെ ചെയ്യുമായിരുന്നു. എന്നെയും പഠിപ്പിച്ച് കുറേ കാര്യങ്ങളൊക്കെ, എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഞാൻ ആ മർമ്മം പ്രയോഗിക്കുന്നെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, വളരെ ബുദ്ധിമുട്ട് 4-5 പേരായിട്ട് ആക്രമിക്കാൻ വരുന്ന സമയത്ത് പ്രയോഗിക്കണം. വിരൽ കൊണ്ടാണ്. മർമ്മത്തിൻ്റെ വശങ്ങളുണ്ട്, പൊക്കളിൻ്റെ താഴെ 1-2 പ്ലേസ് ഉണ്ട്, അവിടെ വിരൽ കൊണ്ട് കുത്തുന്നത് എനിക്കറിയാം. അത് വേറെ. ഈ കൈക്കകത്തുണ്ട്, ഈ കൈക്കകത്ത് മർമ്മമുണ്ട്. ഈ കൈക്കകം എന്നെ അടിക്കുന്ന സമയത്ത്, എന്നെ കൈ കൊണ്ട് അടിക്കുന്ന സമയത്ത് ഇതിനകത്ത് മർമ്മമുണ്ട്. അതുപോട്ടെ, അതൊന്നും നിങ്ങളടുത്ത് പറയുന്നില്ല. പിന്നെ അവൻ്റെ കൈ സ്റ്റക്കാവും, അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പോട്ടെ, എൻ്റെ കാലിന്ന് തിരിഞ്ഞു പോയി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ്. ആ സമയത്ത് എൻ്റെ അച്ഛനെ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും എൻ്റെ അച്ഛൻ അന്ന് തിരുമുമായിരുന്നു. എൻ്റെ കാല് ഫസ്റ്റിൽ തിരിഞ്ഞ സമയത്ത് എൻ്റെ അച്ഛനാണ് തടവി പിറ്റേ ദിവസം ക്ലിയറായി. എൻ്റെ അച്ഛനാണ് തിരുമ്മിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്തിൽ. ഇപ്പം എൻ്റെ മകൾ പമ്മു എണ്ണയിട്ട് തിരുമ്മി. അവളെ ബയോമാക്സാണ് എടുത്തിരിക്കുന്നത്. അവൾക്ക് MBBS വിടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എന്തോ ഈ ബാക്കി കാര്യങ്ങൾക്ക് അവളാണ് തീരുമാനിക്കേണ്ടത്. MBBS പഠനം പൂർത്തിയാക്കി അവളൊരു ഡോക്ടറാണെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട്, നമ്മക്കൊണ്ട് നടക്കുമെന്ന് അറിഞ്ഞൂടാ. ഈ പാവപ്പെട്ടവനെ പണ്ട് സൗദി അറേബ്യയിലൊക്കെ ആയിരുന്നു, ഇവിടെ വന്നിപ്പം നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. നോക്കാം എങ്ങനെയായാലും. അവളെ തിരുമ്മി. പിന്നെ എൻ്റെ ഭാര്യയും മകളും കൂടെയാണ് ഇപ്പം ഈ കണ്ടീഷനിൽ ബാൻഡേജൊക്കെ ചുറ്റി വെച്ചിരിക്കുകയാണ്. നാളെ രാവിലെ എന്താ സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മുകളിലോട്ട് മടക്കുമ്പോൾ വേദനയുണ്ട്, മുകളിലോട്ട് മടക്കുമ്പോഴേ വേദനയുണ്ട്. ഇങ്ങനെ മടക്കുന്ന സമയത്ത് വേദനയുണ്ട്. അങ്ങനെ ഒരു പ്രശ്നത്തിലാണ്. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. ഞാൻ പറ്റിക്കുകയല്ല കേട്ടോ. വീണ്ടും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. അടുത്ത മാസം മുതൽ നമ്മളിന്ന് പൊളിക്കും കേട്ടോ. ഞാനൊരു 3-4 മാസം ഒന്ന് ബ്രേക്ക് ചെയ്തു. അടുത്ത മാസം മുതൽ നമ്മളിന്ന് പൊളിക്കും. അത് തന്നെ എനിക്ക് പറയാനുള്ളത്.